സാലീസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റെഡിമെയ്ഡ് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ്. നമുക്കിപ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലാതെ കൊണ്ട് തന്നെ നമുക്ക് കഴിക്കണം എന്നൊരാഗ്രഹം വരുമ്പോൾ കഴിക്കണം എന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു പുഡിങ്ങിൻ്റെ പാക്കാണിത്. ഈ പാക്കറ്റിൽ തന്നെ എഴുതി വെച്ചേക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4-5 പേർക്ക് സെർവ് ചെയ്യാവുന്ന പോലത്തെ ഒരു പുഡിങ്ങാണ്. എന്നാൽ ഇതിന് വലിയ വിലയില്ല കേട്ടോ. ഇനി ഈ പാക്കറ്റിൻ്റെ അകത്ത് വേറെ 2 പാക്കറ്റ് ഉണ്ട്. അതെന്നാൽ ഞാൻ കാണിച്ചു തരാം. ഒന്ന് കാരമലൈസ് ചെയ്ത ഷുഗറിൻ്റെ ഒരു പാക്കറ്റാണ്. മറ്റേ പാക്കറ്റിലുള്ളത് പുഡിങ്ങിൻ്റെ പൗഡറാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളൊരു ഷുഗർ കാരമലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു കാര്യത്തിന് നമ്മൾ മെനക്കെടേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും മാത്രം മതി നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. 1/2 ലിറ്റർ പാലാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യം. അത് ഞാനൊരു സോസ് പാൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തേക്കാണ്. അത് പതുക്കെ ഒന്ന് ചൂടായി വരട്ടെ. ആ സമയത്ത് നമ്മുടെ കാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഷുഗർ ഉണ്ടല്ലോ, അത് ഞാനൊരു പാത്രത്തിൻ്റെ അകത്തേക്ക് ഇപ്പം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതങ്ങനെ വലിയ ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ ഈ കാരമലൈസ് ചെയ്തേക്കണത്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ പാത്രമായിരിക്കണം. ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പാല് നോക്കാം. പാല് തിളയ്ക്കണം എന്നില്ല. അതിൻ്റെ അകത്ത് ആവിയൊക്കെ നന്നായിട്ട് ആവി പറന്ന് വരില്ല. അത് തിളയ്ക്കാറാവുമ്പോൾ ആവി പറക്കില്ലേ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് പുഡിങ്ങിൻ്റെ ഒരു പൗഡർ കിട്ടിയിട്ടുണ്ടായില്ലേ, ആ പൗഡർ നേരെ പൊട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്ര നേരവും ഫ്ലെയിം മീഡിയം ലെവലിലുള്ളതിലാണ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഈ പൗഡർ ചേർക്കുന്ന സമയത്ത് നമുക്കൊന്ന് ലോയിലേക്ക് വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിട്ട് വരും. ഈ പുഡിംഗ് പൗഡർ ചേർത്തതിന് ശേഷം ഈ പാല് അതിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, അത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. പാട കെട്ടാത്ത പോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. തന്നെയല്ല, നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാനിൻ്റെ അടിഭാഗത്ത് അത് കട്ട പിടിക്കും, കത്ത് പിടിക്കുക, അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കാൻ പറയണത്. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതിനൊരു 2-3 മിനിറ്റ് നല്ലപോലെ ഇതുപോലെ തന്നെ ഇളക്കി അതിനെ നല്ല സൂപ്പറായിട്ട് വേവിച്ചെടുക്കണം. എന്നാൽ അത് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു 2-3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ സ്റ്റൗ ഓഫ് ചെയ്താലും നമ്മൾ ഈ മിക്സിൻ്റെ അകത്തുനിന്ന് ഇത് എടുക്കരുത് കേട്ടോ, സ്പാറ്റിൽ എടുക്കരുത്. കണ്ടിന്യൂസ് ഇതിനെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിന് പാടയും കെട്ടും, പിന്നെ തന്നെയെല്ലാം അടി പിടിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറണ വരേക്കും നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറു ചൂടോടുകൂടി നമുക്ക് ഒഴിക്കാം കേട്ടോ. ഇല്ല ഒരുപാട് അങ്ങോട്ട് തണുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും പെട്ടെന്ന്. അപ്പോൾ ഒരു ഇച്ചിരി ചൂട്, ചെറിയ ചൂടല്ല, അതിനൊക്കെ ഇച്ചിരി കൂടുതലുള്ള ചൂടിൽ നമുക്ക് നമ്മൾ നേരത്തെ ഒരു കരാമൽ പൊട്ടിച്ച് വെച്ചിട്ടില്ലേ, അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ തിക്കായിട്ട് ഇത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 പാക്കറ്റ് എടുത്ത് വെച്ചാൽ മതിയാവും. എന്നിട്ട് പാല് കുറച്ചെടുത്ത് വെച്ചാൽ മതി. ഇപ്പം 1/2 ലിറ്റർ എന്നുള്ളത് നിങ്ങൾ 2 പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 600 ml പാല് അല്ലെങ്കിൽ ഒരു 700 ml പാലൊക്കെ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വെച്ചാൽ എന്തെന്നാ, നമ്മൾ ഈ കരാമലിൻ്റെ അകത്തേക്ക് സൈഡിൽ പതുക്കെ ഒരു ഇച്ചിരി ചൂടോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ച് വെച്ച് കൊടുക്കുക. ഒരുപാട് ചൂടിൽ ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ച് വെച്ചിരിക്കുന്ന കരാമൽ അങ്ങ് സ്പ്രെഡായി പോവും. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ച ഭംഗി കിട്ടില്ല. അതിന് കാണാനൊരു ഭംഗി കൂടി വേണമല്ലോ നമ്മൾ എന്ത് കൂട്ടം ഉണ്ടാക്കുമ്പോഴും. അപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ട് ഇനി നമുക്കിതിനെ പതുക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 3-4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് നമ്മൾ ടേൺ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് പോരുള്ളൂ. അതിന് മുമ്പ് ഞാൻ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാണ്ട് ഇനി നമുക്ക് 3 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറോ കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പം ഞാൻ ഇതേ ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വെച്ചിരുന്ന സാധനം പുറത്തേക്ക് എടുത്തുട്ടോ, നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ച് തണുപ്പോട് കൂടിയിട്ടോ തണുപ്പില്ലാതെ കൊണ്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ, നമ്മൾ വേറെ ഒന്നും അന്വേഷിക്കണ്ടല്ലോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ഫ്രം സാലീസ് പ്ലേറ്റ്.